ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്നാക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ സ്നാക്ക് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിതാ ഇവിടെ ഇഡ്ലി മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഇഡ്ലി മാവാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇഡ്ലി മാവില്ലെങ്കിൽ ദോശമാവായാലും മതിയാവും. ഇഡ്ലി മാവൊക്കെ എല്ലാവരുടെ അടുത്തും എന്നും ബാക്കി വരുന്നതാണ് അല്ലേ. അതിലോട്ട് ഞാനിതാ 2 കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. എന്നിട്ട് ഇത് എല്ലാം നന്നായിട്ട് തന്നെ ആ ഇഡ്ലി മാവിലോട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതൊന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ആ ഇഡ്ലി മാവിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മളിതാ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സവോളയാണ് ചെറുതാക്കി നുറുക്കിയിട്ട്. അത് ചോപ്പറിൽ ഇട്ടിട്ട് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണേ. അപ്പോൾ ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ട് ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ നുറുക്കിയെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൈ വെച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ മാത്രം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം കൂടി പോവാതെ നോക്കണം കേട്ടോ. ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചില കുട്ടികൾക്കൊക്കെ എരിവ് പച്ചമുളക് കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് വേണോ അതൊക്കെ ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാരറ്റും പച്ചമുളകും ഉള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാവെല്ലാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതങ്ങ് എണ്ണയിൽ ഇടുമ്പോഴേക്കും നമുക്കിതങ്ങനെ പൊന്തി വരും. അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം മറച്ചിട്ടതിന് ശേഷമാണ് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നപ്പോൾ ഞാനിത് അപ്പുറത്തെ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഏത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും കയ്യിൽ വെച്ച് നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ നിൽക്കരുത്. അത് പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗം പൊരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും തിരിച്ചു മറിച്ചു ഇട്ടതിന് ശേഷം ഇതുപോലെ കളറ് മാറുന്ന രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു സ്നാക്കാണ്. ഇതുപോലെ വളരെ കുറഞ്ഞ സമയം മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത് ഞാൻ കാരച്ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഈ കാരച്ചട്നി റെസിപ്പി ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്